ഇക്കഴിഞ്ഞ ദിവസം നടന്ന മുഷാവറ, അതായത് ഡിസംബർ 11, 2024 നടന്ന മുഷാവറ, അതിനെ തുടർന്ന് ഉണ്ടായ വാർത്തകളുടെ പുകയിലൊക്കെ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ജിഫ്രി തങ്ങൾ പ്രസ്താവന നടത്തുന്നു. പിന്നീട് മറ്റു മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങളിൽ മുഷാവറയിൽ കലഹം നടന്നു എന്നുള്ള വാർത്ത വരുന്നു. സുപ്രഭാതം നിഷേധിക്കുന്നു. പിന്നീട് അതിനുശേഷം ബഹാവുദ്ദീൻ നദ്വി അത് ഏറ്റുപറയുന്നു. ജിഫ്രി തങ്ങൾ പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഉമർ ഫൈസിയോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ ആ വാർത്തകളിൽ മുങ്ങിപ്പോയ, യഥാർത്ഥത്തിൽ അന്നത്തെ മുഷാവറ തീരുമാനമെടുത്ത ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്, അത് പലരും വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ. കാരണം പട്ടിക്കാട് ജാമിയയിലെ ഒരു മുദരിസായിട്ട് അവിടെ സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നിയോഗിച്ച അൻവർ അബ്ദുള്ള ഫൗഫരി എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ വഹാബി കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവിടുത്തെ അധ്യാപകനായി നിയമിച്ചിട്ടിപ്പം കുറച്ച് കാലങ്ങളായി. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അന്ന് സുന്നി ബോധമുള്ള ആളുകൾ ഈ വിഷയം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ അയാൾ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഉണർത്തിയതാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ ആളുകൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് റഹ്മത്തുള്ള ഖാസിമി അദ്ദേഹം നടത്തുന്ന പ്രഭാഷണത്തിൽ ഈ ഒരു വിഷയം വളരെ വ്യക്തമായി, വളരെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചപ്പോഴാണ് അത് കേരളം സുന്നി കൈരളി ആ വിഷയം വീണ്ടും വളരെ സജീവമായി ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ അതിനുശേഷം ഈ പറയുന്ന പട്ടിക്കാട് ജാമിയയിലെ വലിയ മൗലാനിയായ ഇപ്പോൾ നിലവിലുള്ള ലിയാവുദ്ദീൻ ഫൈസി, അദ്ദേഹമാണ് അവിടുത്തെ ഇപ്പോൾ എല്ലാ തുറപ്പ് ചീട്ട് എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാ കാര്യങ്ങളുടെയും പിന്നെ താക്കോൽ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലിയാവുദ്ദീൻ ഫൈസിയുടെ അമ്മാവനും ഉസ്താദും ഒക്കെയാണ് ഈ അൻവർ ഫൗഫരി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ചെയ്ത വിഷയം എന്താണ്? ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ക്ഷുദ്രകൃതിയായ കിതാബ് തൗഹീദ് അത് ആളുകൾക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ മനഃപ്പാടമാക്കാനും പഠിക്കാനും വേണ്ടി പദ്യരൂപത്തിലാക്കിയിട്ട് മാറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല, അത് അള്ളാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ തൗഫീഖാണെന്ന് വളരെ അഭിമാനപൂർവ്വം ആ ഗ്രന്ഥത്തിൽ തന്നെ ഗ്രന്ഥകാരനായ അൻവർ അബ്ദുള്ള ഫൗഫരി എഴുതി വെക്കുകയും ചെയ്തു. അപ്പോൾ അത് വിവാദമായപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി റിയാവുദ്ദീൻ ഫൈസി ഒരു പോസ്റ്റ് ഇട്ടത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. എന്തായിരുന്നു പോസ്റ്റ്? ആ കിതാബ് തൗഹീദ് അത് പദ്യരൂപമാക്കിയത് ന്യായീകരിച്ചുകൊണ്ട് അത് കുഴപ്പമില്ല, അത് അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഹിക്മത്തിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം അൻവർ ഫൗഫരി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ സൗദി അറേബ്യയിലെ പ്രവർത്തനം കൊണ്ട് അവരൊക്കെ വലിയ വലിയ ജഡ്ജിമാർ, അതുപോലെ അധ്യാപകന്മാർ, വലിയ പോസ്റ്റുകളിലുള്ള ആളുകളൊക്കെ സുന്നികളായി മാറിയിട്ടുണ്ടെന്നും, എന്നിട്ട് അവരുടെ നിർദ്ദേശം, അവിടെയാണ് ഏറ്റവും രസം, സുന്നികളായി മാറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ആണ് എന്താണ് ഈ കിതാബ് തൗഹീദ് ഈ ഫൗഫരി പദ്യരൂപമാക്കി മാറ്റിയത് എന്നായിരുന്നു ലിയാവുദ്ദീൻ ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആലോചിക്കണം, ഇത് ഒരു കേന്ദ്ര മുഷാവറ ചർച്ചയുടെ വിഷയമൊന്നുമില്ല. ഒരു വഹാബി പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥം അത് പദ്യമാക്കി എഴുതിയ ഒരാളെ ഒരു സുന്നി സ്ഥാപനത്തിൽ വെക്കണോ വെക്കണ്ടേ എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ വിഷയം അറിയുന്ന സമയത്ത് തന്നെ അറിഞ്ഞ ഒരാൾ ഇങ്ങനെ ഒരു പണിയെടുത്ത ആളാണ് അവിടെ വരുന്നത് എന്ന് അറിയുമ്പോൾ തന്നെ തടയേണ്ടതായിരുന്നു അവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികളും അവിടെയുള്ള ഉസ്താദുമാരും, ഇത് പട്ടിക്കാട് ജാമിയയിലെ. പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പിന്നീട് റഹ്മത്തുള്ള ഖാസിമിയും മറ്റു പലരും ഈ വിഷയം വിളിച്ചു പറഞ്ഞപ്പോൾ മാലോകരറിഞ്ഞു. അപ്പോഴെങ്കിലും ഈ വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് മാറ്റാമായിരുന്നു. അതും നടന്നില്ല. എന്നിട്ട് എന്താ നടന്നത്? അൻവർ ഫൗഫരി അദ്ദേഹം ഒരു വാട്സപ്പ് വോയിസിലൂടെ രംഗത്ത് വരുന്നതാണ് കണ്ടത്. അദ്ദേഹം ഹംബലി കിതാബിലെ പല ഗ്രന്ഥങ്ങളും, ഹംബലി മദ്ഹബിലെ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്, പദ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റു മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ ആക്കുന്നതിൻ്റെ ഒരു അതേ വിധിയാണ് വഹാബി അപ്പോസ്തലനായ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥം മാറ്റി എഴുതുന്നതും എന്ന് വരുത്തി തീർക്കുന്ന, വളരെ ലാഘവത്തോടും നിസാരവൽക്കരിക്കുന്ന ഒരു സംസാരമായിരുന്നു ഈ സാക്ഷാൽ ഫൗഫരി അന്ന് ചെയ്തത്. മറ്റുള്ള ഗ്രന്ഥങ്ങൾ, മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നില്ലേ, അതുപോലെ ഞാൻ അതും എഴുതി എന്നാണ് ഈ ഫൗഫരി പറഞ്ഞത്. അതായത് കിതാബ് തൗഹീദ്, സുന്നി മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കി മാറ്റിയ കിതാബ് തൗഹീദ് അത് പദ്യമാക്കി എഴുതിയതിൽ അദ്ദേഹത്തിന് ലവലേശം കുറ്റബോധമില്ല എന്ന് അതിലൂടെ വളരെ വ്യക്തമായിരുന്നു. ഇത് ഇത്രയും വിവാദമായി മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവസാനം സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ചേർന്ന് അദ്ദേഹത്തെ അവിടുന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു, അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചു. അള്ളാഹു അലം, എനിക്കറിയില്ല ഇനി, കാരണം സമസ്ത തീരുമാനം എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കാറില്ല എന്ന് നമ്മൾ കാണാറുണ്ട്. അത് CICയുടെ വിഷയത്തിലടക്കം നമ്മൾ കണ്ടതാണ്. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയെ ഈ പറയുന്ന മുഷാവറ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും CICയുടെ പിന്നെ മുഷാവറ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും CICയുടെ
ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് ആദർശേരി ഹക്കീം ഫൈസിയാണ്. അതുപോലെ ഈ കേന്ദ്ര മുഷാവറയുടെ തീരുമാനം പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് അൻവർ ഫൗഫരിയെ നീക്കം ചെയ്യണം, അദ്ദേഹം അവിടെ വെക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ക്ലാസ് അവിടെ നടക്കാൻ പാടില്ല എന്നെടുത്ത തീരുമാനം നടപ്പിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു അലം, അത് കാത്തിരുന്ന് കാണണം. കാരണം അത്രമാത്രം ശക്തമാണ് സുന്നി വിരുദ്ധരായ ആളുകളും അവരുടെ കോക്കസായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും ചുക്കാൻ പിടിക്കുന്ന പല സുന്നി സ്ഥാപനങ്ങളും. അത്തരമൊരു സ്ഥാപനമാണ് പട്ടിക്കാട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം മുമ്പൊക്കെ അമീദ് ഫൈസിക്ക് അവിടെ വാർഷിക സമ്മേളനത്തിൽ അവസരങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ അമീദ് ഫൈസിക്ക് പോലും അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ട, അദ്ദേഹത്തിന് അവസരം നിഷേധിക്കപ്പെട്ട നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ സമസ്ത മുഷാവറ എടുത്ത തീരുമാനം അത് പ്രാക്ടിക്കലായി നടപ്പിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ എന്നാലും ഈ ഒരു വിഷയത്തിൽ സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അഭിനന്ദനീയമാണ്. അത് എന്തുകൊണ്ടും സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നൊരു പതിവില്ലല്ലോ. അതുപോലെ ഏതൊരാൾക്കും, സാധാരണ സുന്നി ബോധമുള്ള ഏതൊരാൾക്കും ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആരെങ്കിലും പോവോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിൽ അതിനടക്കായ ആ രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ ആളുകൾ അത്രയും പണച്ചെലവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗൗരവം എടുത്തുകൊണ്ട് അത്ര വലിയ ഹോസ്പിറ്റലുകളിൽ പോവുക. അപ്പോൾ ഈ രീതിയിൽ വളരെ നിസ്സാരമായി 4ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന സുന്നി മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം ഇത്തരം സ്ഥാപനങ്ങളിൽ വഹാബി ആശയം പ്രചരിപ്പിക്കുന്ന ഒരാളെ അധ്യാപകനായി വെക്കാൻ പറ്റില്ല എന്നുള്ള കോമൺ സെൻസ് സാമാന്യ ബോധമുള്ള സുന്നി മക്കൾക്ക് പോലും അറിയുന്ന ഒരു കാര്യം. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടി ഈ വഹാബി പ്രചരണം ഏറ്റെടുത്ത ഒരാളെ പട്ടിക്കാട് ജാമ്യയിൽ നിയോഗിച്ച ലിയാവുദ്ദീൻ ഫൈസിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവസാനം അത് മുഷാവറ ഈ തീരുമാനം എടുത്തതോടുകൂടി റഹ്മത്തുള്ള ഖാസിമിക്കും ഇതിന് വലിയൊരു പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. അദ്ദേഹം ഈ വിഷയത്തിൽ 2 or 3 പ്രഭാഷണങ്ങൾ വളരെ സീരിയസ് ആയി നടത്തിയതായി ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇതിനൊരു കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി സുന്നി ബോധമുള്ള ആളുകളൊക്കെ ഈ വിഷയത്തെ അതിശക്തമായി വിമർശിച്ചിരുന്നു. ആ കാര്യം സമസ്ത കേന്ദ്ര മുഷാവറയും അത് അവസാനം സുന്നി കൈരളി സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രചാരണം അത് ശരിവെച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന അൻവർ ഫൗഫരിയെ അവിടെ നിന്ന് നീക്കി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അത് പ്രാവർത്തികമാക്കാൻ അവിടെയുള്ള കമ്മിറ്റിക്കാർക്കും അവിടെയുള്ള മറ്റ് മുദരിസന്മാർക്കും ഉസ്താദുമാർക്കും ഇനി സമസ്തയുടെ തീരുമാനം നടപ്പിൽ വരുത്താൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്.